സോറി അജയ്, അവന്റെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാ നിന്നോട് ഐ ലവ് യു പറഞ്ഞത്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഇറ്റ്സ് ഓക്കേ. എന്നാലും എനിക്ക് വേണ്ടിയല്ലേ എല്ലാവരുടെയും മുന്നിൽ തല താഴ്ത്തിയത്. ഒത്തിരി വിഷമിക്കുകയും ചെയ്തു. എന്നെ അവൻ ശരിക്കും പ്രേമിക്കുന്നുണ്ടാവോ എന്തോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആദ്യം കണ്ടപ്പോ തന്നെ സിൻസിയർ, മിസ്റ്റർ പെർഫെക്റ്റ് എന്നൊക്കെ എനിക്കും തോന്നി. ഒരു സത്യം പറയട്ടെ, അവൻ അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാനും ലവ് ചെയ്യായിരുന്നു. പക്ഷെ അവൻ എന്നെ ടോർച്ചർ ചെയ്തു. അല്ല, ആരെങ്കിലും ലിഫ്റ്റ് തന്നാ കാറടിച്ച് പൊളിക്കണോ? എന്ത് ചെയ്താലും ലവ് എന്ന് പറയും. എങ്ങനെ വിശ്വസിക്കാം? പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവന്റെ സ്നേഹം സത്യമാണെന്ന് മനസ്സിലൊരു തോന്നൽ. നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് തന്നെ കണ്ടില്ലേ? അജയ് എന്ന് വെച്ച അവന് ജീവനാ. ഞാൻ അജയോട് ഐ ലവ് യു എന്ന് പറഞ്ഞതും അതുകൊണ്ട് തന്നെയാ. വേറെ ആരോടെങ്കിലും പറഞ്ഞ അവനവരെ വെറുതെ വിടില്ല. അത് നീയാണെങ്കിൽ അവനൊന്നും ചെയ്യില്ല. താങ്ക്സ്. അവൻ എന്നെ എന്തെങ്കിലും ചെയ്തായിരിക്കും. എന്തെന്ന് വെച്ചാ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന കാര്യം അവനറിയാവുന്നതുകൊണ്ട്. കുഞ്ഞമ്മയെ കാണിക്കാൻ ഫോട്ടോ ഒന്നും കയ്യിലില്ല. ആ ഫോട്ടോ ദേ അവന്റെ മനസ്സിലുണ്ട്. ഇനി അവളെ നേരിട്ട് കണ്ട് കുഞ്ഞമ്മ തന്നെ തീരുമാനിക്കും. ഗ്രഹങ്ങളെ കൊണ്ട് ഒരു പ്രശ്നവും ഇല്ലെന്നാണ് എന്റെ കമ്പ്യൂട്ടർ കണിയാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി കുഞ്ഞമ്മയ്ക്ക് ഇഷ്ടമുള്ള ആളെ കൊണ്ട് ഇവരുടെ ജാതകം നോക്കിച്ചോളൂ. പൂർണ്ണ സമ്മതം ഉണ്ടെങ്കിൽ മാത്രം മതി. വേണ്ട വേണ്ട, ആരെ കൊണ്ട് ഇനി നോക്കിക്കണ്ട. അവരിനി ജാതകം ചേരില്ലെന്നോ മറ്റോ പറഞ്ഞാലോ? ജാതകം ചേർന്നില്ലെങ്കിലും സാരമില്ല, അവരൊന്നിക്കട്ടെ. ഓ, നീ തന്നെയാണോ ഈ പറയുന്നത്? ഇത്ര വിവരം വെക്കാൻ നിനക്ക് ഇത്രയും വയസ്സാകണമായിരുന്നോ പ്രഭാവതി?